മക്കളെ 2025 CMC വെല്ലൂർ BSc നഴ്സിംഗ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സസും ഒക്കെ അപ്ലൈ ചെയ്തിരിക്കുന്ന കുട്ടികൾക്കുള്ള അഡ്മിറ്റ് കാർഡ് റിലീസായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലാണ് ഈ വീഡിയോയിൽ. ഈ അഡ്മിറ്റ് കാർഡ് കിട്ടാത്ത കുട്ടികൾ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പറയും, കിട്ടിയ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാം ഈ വീഡിയോയിൽ തന്നെ പറയും. അതിന് നിങ്ങൾ admission.cmc വെല്ലൂർ എന്നുള്ള സൈറ്റിൽ കയറുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഉണ്ടാവും. അതിൽ ഗ്രൂപ്പ് എ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി കോഴ്സ്, ഗ്രൂപ്പ് ബി ഡിപ്ലോമ, PG ഡിപ്ലോമ, ഇങ്ങനെ കുറേ കോഴ്സസ് ഉണ്ട്. അതിൽ നിങ്ങൾ ഏത് കോഴ്സിന് അപ്ലൈ ചെയ്തോ അതിൻ്റെ അഡ്മിറ്റ് കാർഡാണ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇതിൽ ഈ പോർഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ അടുത്ത പേജിലേക്ക് നീങ്ങും. അടുത്ത പേജിൽ നിങ്ങളിങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ, അതായത് മേലെ കുറേ കാര്യങ്ങളുണ്ട്, അത് കഴിഞ്ഞിട്ട് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്കിവിടെ ഡൗൺലോഡ് അഡ്മിറ്റ് ഹാൾ ടിക്കറ്റ് ഫോർ CBT 2025 എന്ന് ഒരു ലിങ്ക് ഉണ്ടാവും. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു പേജിൽ വരും. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കണം, പാസ്വേഡ് കൊടുക്കണം. ഓക്കെ, ഇത് നിങ്ങളുടെ പാസ്വേഡ് എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, എങ്ങനെ ഡേറ്റ്, മന്ത്, ഇയർ എന്നുള്ള പാറ്റേണിൽ കൊടുക്കണം. വിൽ ബി യുവർ ഫസ്റ്റ് ടൈം ലോഗിൻ പാസ്വേഡ്. ഇതാണ് നിങ്ങളുടെ ലോഗിൻ പാസ്വേഡ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം, അതവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഈ ക്യാപ്ച കോഡ് കൂടി കൊടുത്തു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് വരിക, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് കിട്ടുക. ഇനി നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ശ്രദ്ധിക്കുക. ഇതിൽ പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരിൻ്റെ സമ്മർ അഡ്മിഷൻ 2025 ഹാൾ ടിക്കറ്റ് ഫോർ എൻട്രൻസ് എക്സാം. ഇവിടെ നിങ്ങൾക്കൊരു ബാർകോഡ് പോലെ ഉണ്ടാവും. ഇവിടെ നിങ്ങളുടെ പേരുണ്ടാവും, ഹാൾ ടിക്കറ്റ് ഉണ്ടാവും, ഹാൾ ടിക്കറ്റിൻ്റെ നമ്പർ ഉണ്ടാവും, എക്സാമിൻ്റെ പാസ്വേഡ് ഉണ്ടാവും, ടെസ്റ്റ് ഡേറ്റും ഉണ്ടാവും. നോക്കുക, 12-ാം തീയതി, മെയ് 12-ാം തീയതിയാണ് എക്സാം. ടെസ്റ്റ് സെൻറ്ററും അതിൻ്റെ ഡീറ്റെയിലും ഉണ്ടാവും. എന്തിനാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും ഉണ്ടാവും. BSc നഴ്സിംഗ് വെല്ലൂർ ടൗൺ ക്യാമ്പസിൻ്റേതാണ്. റൈറ്റ് സൈഡിൽ ഇവിടെ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടാവും, ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചറും ഉണ്ടാവും. ഇനി അതിൻ്റെ താഴേക്ക് വരുമ്പോൾ താഴെ നിങ്ങളുടെ എക്സാമിൻ്റെ ഡീറ്റെയിൽ ഉണ്ട്. നിങ്ങൾ ഗ്രൂപ്പ് എയ്ക്കാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ കുട്ടി ഗ്രൂപ്പ് എയ്ക്ക്, അതായത് നമ്മൾ നേഴ്സിംഗ് എന്നുള്ള സെഷനിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഡിപ്ലോമ കോഴ്സസ് അല്ല. ഡിപ്ലോമ കോഴ്സൊക്കെ ആയിരുന്നെങ്കിൽ ഇവിടെയും നിങ്ങൾക്കുണ്ടായിരുന്നു. ഇതിപ്പോൾ നേഴ്സിങ്ങിന് മാത്രമാണ്. അപ്പോൾ റിപ്പോർട്ടിംഗ് ടൈം 8 മണിയാണ് പറഞ്ഞിരിക്കുന്നത്. നോ എൻട്രി ആഫ്റ്റർ 8:30. അതായത് നോക്കിയേ, ഈ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടിംഗ് ടൈമിൽ തന്നെ കുട്ടി അവിടെ ചെല്ലണം നിർബന്ധമാണ്. 8:30 ശേഷം ഒരു കാരണവശാലും കടത്തിവിടില്ല. 190 മിനിറ്റാണ് എക്സാമിനേഷൻ ഉണ്ടാവുക. ഇനി വിൽ നോട്ട് ബി അലൗഡ് ടു എൻ്റർ ദ വെന്യൂ ആഫ്റ്റർ ദ നോട്ടിഫൈഡ് ടൈം. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതിനുശേഷം പെർമിറ്റ് ചെയ്യില്ല. ഇനി എക്സാം ഹോളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് പറയാം. അതിൽ ആദ്യത്തെ കാര്യങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളില്ല. അതായത് കറക്റ്റ് ടൈമിൽ തന്നെ റിപ്പോർട്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ടാവണം, അതൊക്കെ ഉള്ളത്. അത് പിന്നെ എല്ലാ എക്സാമിനും ഉള്ളത് തന്നെ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡു നോട്ട് ക്യാരി എനി ആർട്ടിക്കിൾ എക്സെപ്റ്റ്. എന്ത് കൊണ്ടുപോകണം? നിങ്ങളുടെ ഹാൾ ടിക്കറ്റും കൊണ്ടുപോകണം, പെൻസിലും ഉണ്ടാവണം. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അഡീഷണൽ ഫോട്ടോഗ്രാഫ് കൊണ്ടുപോകാനോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് കൊണ്ടുപോയാൽ മതി? നിങ്ങളുടെ ഈ അഡ്മിറ്റ് കാർഡും പെൻസിലും കൊണ്ടുപോയാൽ മതി. ഓക്കെ, വേറൊന്നും വേണ്ട. ഇപ്പോൾ ID പ്രൂഫ് അങ്ങനെ ഒരു സാധനവും പറഞ്ഞിട്ടില്ല. അപ്പോൾ സാധാരണഗതിയിൽ ചോദിക്കും, ഞാൻ ID പ്രൂഫ് കൊണ്ടുപോകണ്ടേ അല്ലെങ്കിൽ ഫോട്ടോ കൊണ്ടുപോകണ്ടേ? അങ്ങനെയൊന്നും വേണ്ട. ഹാൾ ടിക്കറ്റും പെൻസിലും മാത്രമാണ് നിങ്ങളെ ഇതിൽ പെർമിറ്റ് ചെയ്യുക. ബ്രിങ് യുവർ ഓൺ പെൻസിൽസ് ഫോർ റഫ് വർക്ക്. നിങ്ങൾ തന്നെ കൊണ്ടുവരണം, ഒന്നും അവിടെ പെർമിറ്റ് ചെയ്യില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, നോ പെൻസ് ആർ അലൗഡ്. പെന്ന് അലൗ ചെയ്തിട്ടില്ല, പെൻസിൽ മാത്രം. ഓക്കെ, ദെൻ യു വിൽ ബി പ്രൊവൈഡഡ് റഫ് പേപ്പർ വിച്ച് മസ്റ്റ് ബി റിട്ടേൺഡ് ആഫ്റ്റർ ദ എക്സാം. നിങ്ങൾക്ക് റഫ് വർക്ക് ചെയ്യാനുള്ള പേപ്പർ അവിടുന്ന് തരും, തിരിച്ചു കൊടുക്കണമെന്ന് മാത്രം. അതുപോലെ സെൽഫോൺ പോലുള്ള ഇലക്ട്രോണിക് ഡിവൈസസ് ഒന്നും പെർമിറ്റ് ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ വാച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുകയായിരിക്കും നല്ലത്. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ, നിങ്ങളുടെ കയ്യിൽ ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് കീപ്പ് ചെയ്യാനുള്ള സമയവും തരില്ല. അതുകൊണ്ട് സാധാരണ നീറ്റിൻ്റെ ഒരു പാറ്റേണിൽ, സാധാരണ ഒരു CBT എക്സാം എഴുതാൻ പോകുന്ന പാറ്റേണിൽ തന്നെ ആഭരണങ്ങൾ ഒഴിവാക്കി പോവുക, സിമ്പിൾ ഡ്രസ്സ് ഉപയോഗിക്കുക. അതൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും സിമ്പിൾ ഡ്രസ്സ് ഉപയോഗിക്കുക. ഡിവൈസസ് ഒന്നും കൊണ്ടുപോകാതിരിക്കുക, മൊബൈൽ ഫോൺ പോലും കൊണ്ടുപോകാതിരിക്കുക. ദെൻ യു ഷുഡ് റിപ്പോർട്ട് അറ്റ് ദ ടെസ്റ്റ് സെൻറ്റർ അറ്റ് ദ ടൈം മെൻഷൻഡ്. അതായത് അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കണം. വൺസ് ദ ടെസ്റ്റ് സ്റ്റാർട്ട്, ടെസ്റ്റ് എക്സാം തുടങ്ങിയാൽ യു വിൽ നോട്ട് ബി അലൗഡ് ടു ലീവ് ദ ടെസ്റ്റ് സെൻറ്റർ. നിങ്ങളെ എക്സാം കഴിയാതെ അതിൻ്റെ പുറത്തേക്ക് വിടില്ല. അതേപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ റൈറ്റ്, അതായത് ആൻസർ ഓപ്ഷൻസിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു സർക്കിൾ ഉണ്ടാവും. യു മസ്റ്റ് ക്ലിക്ക് ഓൺ ദ സർക്കിൾ അഡ്ജസൻറ്റ് ടു ദ ആൻസർ ഓപ്ഷൻ യു തിങ്ക് ഈസ് കറക്റ്റ്. ക്വസ്റ്റ്യൻ്റെ താഴെ ഓപ്ഷൻ്റെ റൈറ്റ് സൈഡിൽ ഒരു സർക്കിൾ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ ആൻസറാണ്. ഇനി നിങ്ങൾക്ക് ക്ലിക്ക് ഓൺ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താൽ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അപ്പോൾ ക്വസ്റ്റ്യൻ സേവായി, നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്, മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ്. അതായത് നിങ്ങളൊരു ഓപ്ഷൻ മാർക്ക് ചെയ്തു, എന്നിട്ട് നിങ്ങൾക്ക് പിന്നീട് നോക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെയും നിങ്ങൾക്ക് പോവാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാതെയും അടുത്തതിലേക്ക് പോവാം, സേവ് ചെയ്തിട്ടും അടുത്തതിലേക്ക് പോവാം. മൂന്നാമത്തെ ഓപ്ഷൻ മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റും കൊടുക്കാം. 3 ഓപ്ഷൻ ഉണ്ട്. അറിയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക, അറിയാമെങ്കിൽ ആൻസർ ചെയ്യുക. ഇനി സംശയമാണെങ്കിൽ
നിങ്ങൾക്ക് ഓപ്ഷൻ ചെയ്യണമെങ്കിൽ ചെയ്യുക, എന്നിട്ട് റിവ്യൂ ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ആ ആൻസർ അവിടെയുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളിങ്ങനെ മാർക്ക്ഡ് ഫോർ റിവ്യൂ കൊടുക്കുന്നത് നിങ്ങളുടെ സമയം കഴിഞ്ഞാൽ ആൻസേർഡ് ആയി കൂട്ടും. അതും ശ്രദ്ധിക്കുക. അല്ലാതെ അത് അറ്റൻഡ് ആയതായിട്ടല്ല കൂട്ടുക, അല്ലെങ്കിൽ നില്ലായിട്ടല്ല കൂട്ടുക. നിങ്ങൾ മാർക്ക്ഡ് ഫോർ റിവ്യൂ കൊടുത്താൽ പിന്നെ നോക്കാമെന്നാണ്. പിന്നെ നോക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടിയില്ലെങ്കിലും നിങ്ങളത് വിട്ടുപോയാലും അത് ആൻസേർഡ് ആയി കൺസിഡർ ചെയ്യപ്പെടും. അതുപോലെ പ്ലീസ് പ്രിസർവ് ദ ഹാൾ ടിക്കറ്റ് ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. അതായത് പിന്നീടുള്ള ആവശ്യങ്ങൾക്കും ഈ അഡ്മിറ്റ് കാർഡ് സൂക്ഷിച്ചു വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് CMC വെല്ലൂരിൻ്റെ അഡ്മിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ എടുക്കണമെന്നും എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ നമ്പർ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ അതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.